എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും LP-UPയുടെ ഇംഗ്ലീഷ് സൂപ്പർ 6 ചലഞ്ചിന്റെ അവസാന ദിവസം 6ാമത്തെ ദിവസത്തേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു സൂപ്പർ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ 5 ദിവസവും ക്ലാസ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രാപ്തി ഇപ്പോൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള സൂപ്പർ 6 ചലഞ്ചുമായിട്ട് ഇനിയും ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ അത്രമാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒരുപാട് സൂപ്പർ 6 ചലഞ്ചുമായിട്ട് നമ്മൾ വ്യത്യസ്തമായ ചലഞ്ചുമായിട്ട് എത്തുന്നതായിരിക്കും. നമുക്ക് കുറച്ച് വൊക്കാബുലറി ചലഞ്ച് വേണമെങ്കിൽ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കിനേക്കാളും സെറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നു. ടോപ്പിക്കിലേക്ക് പോകാം. അവസാനം വരെ ക്ലാസ് കാണുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ഇൻ കേസ്. ഇൻ കേസ് എന്താണ്? ഇൻ കേസ് ഒരു കൺജങ്ഷൻ ആണ്, കണക്റ്റിംഗ് വേർഡാണ്. സെന്റൻസിന്റെ മധ്യത്തിൽ, 2 ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ്. ഇൻ കേസ് ഒരു പക്ഷേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എങ്ങനെ ഉപയോഗിക്കുന്നു? ഇൻ കേസ് ഒരു പക്ഷേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ കേസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരു പക്ഷേയാണ്. കൺജങ്ഷൻസ് ഇടയ്ക്ക് ഉപയോഗിക്കുന്ന കൺജങ്ഷൻ കൊണ്ട് തുടക്കത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ച ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ്, ഇതൊക്കെ ഈഫ് വരുന്ന ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കും. എന്നാൽ ഇൻ കേസ് തുടക്കത്തിലല്ല, ഇടയ്ക്കാണ് ഉപയോഗിക്കാറുള്ളത്. അതിന്റെ അർത്ഥം ഒരുപക്ഷെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. 2 ക്ലോസുകളുടെ മധ്യത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. 2 സെന്റൻസുകൾ എന്ന് പറയേണ്ട, 2 ക്ലോസുകളുടെ മധ്യത്തിൽ. അത് കണക്ട് ചെയ്യുമ്പോഴാണ് ഒറ്റ സെന്റൻസ് ആവുന്നത്. നോക്കുക. അപ്പൊ ഇൻ കേസിന്റെ കേസ് നമുക്കൊന്ന് പറയാം. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ കേസിന് മുന്നിൽ സിമ്പിൾ പ്രസന്റ് വന്നാൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു പറയാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ റൂള്, ഇൻ കേസിന് മുമ്പ് V1 വന്നാൽ ഇൻ കേസിന് ശേഷവും V1. ഇതാണ് ഫസ്റ്റ് റൂള്. ഇപ്പൊ V1 എന്ന് പറഞ്ഞാൽ പ്രസന്റ്. എങ്ങനെയാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? ഷീ ടെൽസ് മീ എവരിതിങ്. വെർബ് നോക്കണം. പരീക്ഷയ്ക്ക് തരുന്നത് ഇൻ കേസ്, ഇടയ്ക്ക് കൺജങ്ഷൻ തരും. ഷീ ഫോർഗെറ്റ്സ്, ഇവിടെ ഡാഷ് ഇട്ട് തരും. എന്നിട്ട് 4 ഓപ്ഷൻ കൊടുക്കും. ഫോർഗെറ്റ്, ഫോർഗെറ്റ്സ്, അതുപോലെ തന്നെ ഫോർഗോട്ടൺ, ഫോർഗോട്ട്, പിന്നെ ഫോർഗോട്ടൺ എന്നും പറഞ്ഞു കൊടുക്കും. നമുക്കറിയാം ടെൽസ് V1 ആണ്, ആണല്ലോ. സിമ്പിൾ പ്രസന്റ് ആണ്, V1 ആണ്. ഇൻ കേസിന് മുമ്പ് V1 വന്നാൽ ഇൻ കേസിന് ശേഷം ഇവിടെ ആയിരിക്കും ഡാഷ് വരുന്നത്. V1 വരും. ഫോർഗെറ്റും ഫോർഗെറ്റ്സും V1 ആ. പ്രസന്റ് 2 എണ്ണം ഉണ്ട്, സിംഗുലറും പ്ലൂറലും. ഷീയുടെ കൂടെ എസ് ഉള്ള വെർബേ വരുത്തുള്ളൂ. അതുകൊണ്ട് ഫോർഗെറ്റ്സ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് ഇത്രയും വലിയ ഫോം പഠിക്കണം. സിമ്പിൾ പ്രസന്റ് വന്നാൽ സിമ്പിൾ പ്രസന്റ്, ടെൻസ് അറിയാത്തവർക്കും പഠിക്കാം. V1 വന്നാൽ V1, ടെൽസ് വന്നപ്പം ഫോർഗെറ്റ്സ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ. അടുത്ത് നോക്കിയേ. ഐ ക്ലോസ് ദ ഡോർ. ക്ലോസ് V1 ആ. ക്ലോസ് ഐയുടെ കൂടെ ആയതുകൊണ്ടാ ക്ലോസസ് വരാഞ്ഞ്. ഐ ആണ്. ഫാൾസ്, ഫെല്ല്. ഇങ്ങനെ തരും. ഫാൾസ്, ഫെല്ല്. ആൻസർ ഏതാ? ഫാൾ. ഐയുടെ കൂടെ ഫാളേ വരൂ. ഐ പ്ലൂറൽ സബ്ജക്റ്റ്, അതുകൊണ്ട് ഐയുടെ കൂടെ ഫാൾസ് എന്ന് പറയത്തില്ല. ഐ ഫാൾ. ഐ ലവ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഐ ലവ്സ് എന്ന് പറയത്തില്ലല്ലോ. അതുപോലെ ഇത് രണ്ടും V1 ആണ് ഈ കേസ്. അപ്പൊ രണ്ടാമത്തെ എന്തുമായിരിക്കും? ഇൻ കേസിന് മുന്നിൽ സിമ്പിൾ പാസ്റ്റ് വന്നാൽ ശേഷം സിമ്പിൾ പാസ്റ്റ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠി. V2 വന്നാൽ V2, പാസ്റ്റ് വന്നാൽ അപ്പുറത്ത് പാസ്റ്റ്. ഒന്നും ആലോചിക്കണ്ട. V2 വന്നാൽ അപ്പുറത്ത് V2. ഷീ ടോൾഡ് മീ എവരിതിങ് ഇൻ കേസ് ഷീ ഫോർഗോട്ട്. അവിടെ ഓപ്ഷൻ കൊടുക്കും. ഫോർഗെറ്റ്, ഫോർഗെറ്റ്സ്, ഫോർഗോട്ടൺ, ഫോർഗോട്ട്. ആൻസർ ഫോർഗോട്ട് ആണ്. ഐ ക്ലോസ്ഡ് V2. ഇതെല്ലാം V2 ആ. അപ്പുറത്ത് എന്തോ വരും? ഐ ഫാൾ എന്നുള്ളത് ഫെല്ലാവും. ഐ ഫെൽ അസ്ലീപ്. ഫാള് കാണും, ഫാൾസ് കാണും, ഫെല്ല് കാണും. ആൻസർ ഫെല്ല്. ഫാളിന്റെ V2 ആണ് ഫെല്ല്. V1 വന്നാൽ V1, V2 വന്നാൽ V2. 2 ക്ലോസാ. ഇൻ കേസ് ഇടയ്ക്ക് നിൽക്കും. ഇപ്പുറത്ത് V1 വന്നാൽ അപ്പുറത്ത് V1, ഇപ്പുറത്ത് V2 വന്നാൽ അപ്പുറത്ത് V2. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്. ഇൻ കേസിന് മുമ്പിൽ സിമ്പിൾ ഫ്യൂച്ചർ വന്നാൽ ശേഷവും സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. ടെൻസ് പറയുമ്പോൾ പേടിക്കണം. ഇത്രയേ ഉള്ളൂ. വില്ലും ഷാളും വന്നാൽ ഇങ്ങനെ പഠിക്കുക. അതാണല്ലോ സിമ്പിൾ ഫ്യൂച്ചർ. ഇൻ കേസിന് മുമ്പിൽ വില്ലും ഷാളും വന്നാൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ്. അത് V1. ഇങ്ങനെ പഠിച്ചാൽ V1 വന്നാൽ V1, V2 വന്നാൽ V2, വില്ലും ഷാളും വന്നാൽ V1. ഇതാ നടക്കുന്നത്. ഷീ വിൽ ടെൽ മീ എവരിതിങ്. വില്ല് വന്നു. അപ്പുറത്ത് V1. വീണ്ടും ഷീ ഫോർഗെറ്റ്സ്. കണ്ട? ഫോർഗെറ്റ്, ഫോർഗെറ്റ്സ്, ഫോർഗോട്ട്, ഫോർഗോട്ട്. ആൻസർ ഷീ ആയതുകൊണ്ട് ഫോർഗെറ്റ്സ്. V1 ആവും. വില്ല് ഷാളും വന്നാലും V1. ഇത്രയേ ഉള്ളൂ. ഐ വിൽ ക്ലോസ്. ഐ ഫാൾ. ഫാള് V1 ആ. വില്ല് വന്നാൽ ഫാള്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. V1 വന്നാൽ V1,
V2 വന്നാൽ V2, വില്ലും ഷാളും വന്നാലും V1. അങ്ങനെ ഇത്രയും മാത്രം പഠിച്ചാൽ നിങ്ങൾ ചുമ്മാതെ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ വന്നാൽ സിമ്പിൾ പ്രസന്റ്. ഇത് തന്നെ സംഭവം. V1 വന്നാൽ V1, V2 വന്നാൽ V2, വില്ലും ഷാളും വന്നാലും V1. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യിക്കാം. നെക്സ്റ്റ് വൺ, അവസാനത്തെ ഒരു ടിപ്പായിട്ട് പഠിച്ച് ഐ ക്ലോസ്ഡ് ദ ഡോർ. V2 ആണ്. ഇൻ കേസ് ഐ ഡാഷ് ഫാൾ അസ്ലീപ്, വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന മോഡൽ ഓക്സിലറി വെർബാണ്. ഷാൾ, ഷുഡ്, വില്ല്, മേ. ആൻസർ ഷുഡ്. എന്തുകൊണ്ട്? ഇൻ കേസിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു സഹായക്രിയ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം മാത്രം ഷുഡ് ആയിരിക്കും. പഠിച്ചു വെച്ചു. ഇൻ കേസിന് ശേഷം മാത്രമല്ല, ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ടേക്ക് കെയർ, പണ്ട് ചോദിച്ചതാ. ടേക്ക് കെയർ, ശ്രദ്ധിക്കൂ. ലെസ്റ്റ്, LEST എന്ന് പറഞ്ഞാൽ അതർവൈസ്, അല്ലെങ്കിൽ യു ഡാഷ് ഫാൾ, അല്ലെങ്കിൽ നീ മറിഞ്ഞു വീഴും. ഈ ലെസ്റ്റിന് ശേഷവും മോഡൽ ഓക്സിലറി വെർബ് ഓപ്ഷൻ ഷാള്, ഷുഡ്, കുഡ്, മൈറ്റ് ചോദിച്ചാൽ ഷുഡ് എഴുതിക്കണം. ലെസ്റ്റ്, ഇൻകേസ് എന്നീ രണ്ട് സഹായക്രിയകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഷുഡ് ആയിരിക്കും. ഇനി ചില ചോദിക്കുന്നതിന്റെ അർത്ഥം എന്തുവാണ്? സാർ ഈ ഇൻകേസിന്റെ കേസ് പറഞ്ഞില്ല, ഇതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ ആയിട്ട് അർത്ഥം പറയാം. ഐ ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഞാനൊരു കുട എടുക്കുന്നു, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. അത്രയേ ഉള്ളൂ, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. പാസ്റ്റിൽ ഞാൻ കുട എടുത്തു, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. ഇൻ കേസ് ഒരു കൺജങ്ഷൻ ആണ്. ഇൻ കേസ് സെനൻസിന്റെ ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ കേസിന് മുമ്പിൽ V1 വന്നാൽ ഇൻ കേസിന് ശേഷവും V1. ഇൻ കേസിന് മുമ്പിൽ V2 വന്നാൽ ഇൻ കേസിന് ശേഷവും V2. ഇൻ കേസിന് മുന്നിൽ വില്ലും ഷാളും വന്നാൽ ഇൻ കേസിന് ശേഷം V1. ഇൻ കേസിന് ശേഷം ഒരു സഹായക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡ്. ഓപ്ഷന് സഹായക്രിയാണ് തരുന്നെങ്കിൽ ഇൻ കേസ് ഉണ്ടെങ്കിൽ ഷുഡ് അങ്ങ് എഴുതിയാൽ മതി. അത് ടിപ്പായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം വരുന്നുണ്ട്, കണ്ടു. ഐ റോട്ട് ഡൗൺ യുവർ ഫോൺ നമ്പർ ഇൻ കേസ് ഐ ഡാഷ് ഇറ്റ്. ചെയ്ത് കാണിക്കുക. ഐ റോട്ട് ഡൗൺ യുവർ ഫോൺ നമ്പർ. റോട്ട് V2 ആണ്. ഇൻ കേസിന് മുമ്പ് V2 വന്നാൽ അപ്പുറത്തും V2 ആണ്. ഫൊർഗെറ്റ്, ഫൊർഗോട്ട്, ഹാർഡ് ഫൊർഗോട്ട്, ഫൊർഗെറ്റ്സ്. ആൻസർ ഫൊർഗോട്ട്. എന്തുകൊണ്ട്? കാരണം V2 ആണ്. ഫൊർഗെറ്റും ഫൊർഗെറ്റ്സും V1 ആണ്. ഫൊർഗോട്ടൺ V3 ആണ്. ഫൊർഗോട്ട്. ഐ റൈറ്റ് ഡൗൺ യുവർ ഫോൺ നമ്പർ. നടക്കുന്നത് റൈറ്റ് V1 ആണ്. ആൻസർ പറ. ഫോൺ നമ്പർ ഇൻ കേസ് ഐ ഡാഷ്. സെയിം ഓപ്ഷൻ, ഈ സെയിം ഓപ്ഷൻ. ആൻസർ പറ. ഐ അല്ലയോ? ഐയുടെ കൂടെ V1 ആ. ഫൊർഗെറ്റ്സ് വേണ്ട, ഫൊർഗെറ്റ് മതി. ഐ പ്ലൂറല. ഫൊർഗെറ്റ്. ഹി ആയിരുന്നെങ്കിൽ ഫൊർഗെറ്റ്സ് എന്ന് വന്നേ. നെക്സ്റ്റ്, ഐ റൈറ്റ് ഡൗൺ യുവർ ഫോൺ നമ്പർ ഇൻ കേസ് ഹി ഡാഷ് ഇറ്റ്. സെയിം ചോദ്യം തന്നെ, പക്ഷേ ഹി ആണ് സബ്ജക്റ്റ്. അപ്പം റൈറ്റ് V1 ആയതുകൊണ്ട് ഫൊർഗെറ്റ്സ്. ലാസ്റ്റത്തെ നിങ്ങൾ പറ. ഐ വിൽ റൈറ്റ് ഡൗൺ ഇറ്റ് ഇൻ കേസ് ഐ ഡാഷ് ഫൊർഗെറ്റ് ഇറ്റ്. ഈ ചോദ്യത്തിലൊരു തെറ്റുണ്ട്. പാസ്റ്റിലെ ഷുഡ് വരൂ, അതുകൊണ്ട് ചോദ്യം ഇങ്ങനെ മാറ്റിക്കണം. റോട്ട്. പാസ്റ്റ് കേസുകളിലെ ഷുഡ് വരൂ, അതങ്ങനെ തന്നെ, വിൽ വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വരും. ഐ റോട്ട് ഡൗൺ ഇറ്റ് ഇൻ കേസ് ഐ ഡാഷ് ഇറ്റ്. അപ്പോൾ ആൻസർ എളുപ്പം കിട്ടും. ഷുഡ്. എന്താണ്? ഷുഡ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഒരു ചോദ്യം തരാം. ഐ ടുക്ക് ആൻ അംബ്രല്ല. വേണമെങ്കിൽ എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതി നോക്ക്. ഇൻ കേസ് ഇറ്റ് ഡാഷ്. ഓപ്ഷൻ കണ്ടോ? റെയിൻ V1, റെയിൻസ് സിംഗുലർ V1, പാസ്റ്റ് റെയിൻഡ് V2. ടുക്കാണ് വേർഡ്. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ്. റെയിൻ, റെയിൻസ്, റെയിൻഡ്. വേണമെങ്കിൽ ഒരു ഓപ്ഷൻ തരാം. റെയിനിങ്. ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇൻ കേസ് ഒരു കൺജങ്ഷൻ ആണ്. ഇൻ കേസ് സെന്റൻസിന്റെ ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നു, ഒരുപക്ഷെ എന്നർത്ഥം. ഇൻ കേസിന് മുമ്പിൽ V1 വന്നാൽ ശേഷം V1. മുമ്പിൽ V2 വന്നാൽ ശേഷം V2. മുമ്പിൽ വില്ലും ഷാളും വന്നാൽ ശേഷം V1. ഇൻ കേസിന് ശേഷം ഇംഗ്ലീഷിൽ ഒരു സഹായക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ആയിരിക്കും. പഠിച്ചു വെക്കുക, സെറ്റ് ആകുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ ഗംഭീരമായിട്ട് തുടങ്ങിയ ഒരു സൂപ്പർ സിക്സ് ചലഞ്ച് നമ്മൾ ഇന്ന് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വൊക്കാബുലറി സൂപ്പർ സിക്സ് ചലഞ്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ താല്പര്യമില്ല ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ആൻസർ കമന്റ് ചെയ്യണം. നമ്മുടെ സൂപ്പർ സിക്സ് ചലഞ്ച് മൊത്തം വീക്ഷിച്ചവർ, 6 എണ്ണവും വീക്ഷിച്ചവർ തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്യുക. മുന്നോട്ട് പോവുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ, തഴവ.